എൻ്റെ പേര് ജോർജ്. ഞാൻ US സാനോസ പള്ളി ഇടവകയിൽപ്പെട്ട ഒരു ഇടവാംഗമാണ്. ഞാൻ ഉടമ്പടി എടുത്തിട്ട് 2019 ഓൺലൈനിൽ എടുത്തതാണ്. 2021 ഇവിടെ വന്നെടുത്തു. പക്ഷേ 2022 ഞാൻ ഇങ്ങോട്ട് പോരാനായിട്ടിരുന്ന സമയത്ത് ഇനി 2 ദിവസം ബാക്കിയുണ്ടായിരുന്നു. അന്ന് ഞാൻ ജോലിക്ക് പോയ സമയത്ത് ഒരു വണ്ടി പെട്ടെന്ന് റോഡിൽ നിന്നുപോയി. ഒരു 6 മിനിറ്റ് നേരം വണ്ടിക്കകത്ത് ഞാൻ ഇരുന്നു. അങ്ങനെ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് വണ്ടിക്കകത്തിരുന്നു. പിന്നെ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ച് ഞാൻ 6 മിനിറ്റ് ഇരുന്ന സമയത്ത് എൻ്റെ പുറകിൽ വന്ന് വണ്ടി ഇടിച്ച് വണ്ടി തകർന്നു പോയി. എൻ്റെ ബോധം അന്നേരം പോയി. എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല. പിന്നെ മകനെ വിളിച്ച് പറഞ്ഞതനുസരിച്ച് മകൻ പോലീസിനോടും കമ്പനിയിലൊക്കെ വിളിച്ച് പറഞ്ഞ് പോലീസ് എന്നെ ആശുപത്രി കൊണ്ടുപോയി. അവിടെ ICU കിടന്നു. 2-ാമത്തെ ദിവസമാണ് ബോധം വീണത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് ഞാൻ എല്ലാ ദിവസവും പോകുമ്പോൾ ഈ പ്രതീക്ഷീകരണ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥന ഇട്ടുകൊണ്ടാണ് പോകാറ്. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു അപകടത്തിൽ നിന്ന് വലിയ സംരക്ഷണം ലഭിച്ചത്. ഒരു 3 വണ്ടി പുറകെ ഇടിച്ച് വണ്ടി മുഴുവൻ തകർന്നു പോയി. പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ സ്പൈനലിൻ്റെ ഡോക്ടർ പറഞ്ഞു, ഇത് അത്ഭുതകരമായൊരു സംഭവമാണ്, ഇങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല പറ്റുന്നത്, ഇത് വലിയ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. എൻ്റെ ബ്രെയിനിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു, കഴുത്തിന് ഇച്ചിരി പൊട്ടലുണ്ടായിരുന്നു, മൊത്തം മസിലെല്ലാം ബ്രേക്കായിപ്പോയി, അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്ക് നോക്കിയാലും ഒരു അസുഖമില്ല. എനിക്കിപ്പോൾ ഞാൻ ജോലിക്ക് കയറിയിട്ടുണ്ട്. ജോലി കയറിയപ്പോഴും എനിക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് തന്നെ ഒരു 2 മാസത്തേക്ക് എനിക്ക് അവധി തന്നു വിട്ടു. പക്ഷേ ജോലി പോകുമായിരുന്നു. പക്ഷേ ജോലി കൂടുതൽ ശമ്പളത്തോടു കൂടി എനിക്ക് ജോലി തിരിച്ചു കയറാനായിട്ട് അമ്മ എന്നെ അനുഗ്രഹിച്ചു. അതൊക്കെ ഒരു ദൈവകൃപയായിട്ട് മനസ്സിലാക്കുന്നു. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത്, ഒരു സാധാരണ ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാനൊരു അല്പ ക്രിസ്ത്യാനിയായിരുന്നു. ഇപ്പോൾ കൃത്യമായിട്ട് പള്ളിയിൽ പോകാനോ പ്രാർത്ഥിക്കാനോ ഒക്കെ അങ്ങനെയൊന്നും ചെയ്യാറില്ലായിരുന്നു. അതിനെപ്പറ്റി വലിയ അറിവില്ലായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തുകൊണ്ട് എനിക്ക് മനസ്സിലായി, ഒരു സാധാരണ ആവറേജ് താഴെയെങ്കിലുള്ളൊരു ക്രിസ്ത്യാനിയാകാൻ എനിക്ക് സാധിച്ചു. ഞാൻ ഒരു ദിവസം പോലും കുർബാന പ്രാർത്ഥന മുടങ്ങാറില്ല ഇന്ന് വരെ. അതുപോലെ ഉടമ്പടി പ്രാർത്ഥന മുടക്കിയിട്ടില്ല. എല്ലാവരും ഉടമ്പടി പ്രാർത്ഥന ആരും ഇല്ലെങ്കിലും ഞങ്ങൾ 2 പേരും കൂടി നടത്തും. പിന്നെ പള്ളിയിലായാലും മുടങ്ങാതെ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസമെങ്കിലും പോയിരിക്കും. അങ്ങനെ ആ രീതിയിൽ ആത്മീയമായിട്ട് എനിക്കൊരു മാറ്റങ്ങളുണ്ടായി. അതെല്ലാം ദൈവത്തിൻ്റെ കൃപയായിട്ട് കാണുന്നു. അതുപോലെ ഞങ്ങൾ ഇനി നാട്ടിൽ നിന്ന് പിന്നെ ഈ കഴിഞ്ഞ വർഷം വരാൻ പോകുന്നപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഞാൻ ഒറ്റയ്ക്കായിട്ട് പോകും. അപ്പോൾ വൈഫിനായിട്ട് വരാൻ ഇച്ചിരി മടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉറക്കം പിന്നെ ക്ഷീണമൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിലും പിന്നെ ഒരു ദിവസം ഞാനവിടെ നിന്ന് പോകുന്ന വഴിക്ക് എയർപോർട്ടിൽ വെച്ച് എൻ്റെ ഒരു ബാഗ്, ഇപ്പോൾ ഇവിടുത്തെ എല്ലാ റെക്കോർഡുമായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് പുതുക്കാനായിട്ട് വരുന്നത്. അപ്പം സാക്ഷ്യം പറയാനും വന്നതാണ്. അപ്പോൾ അവിടെ എയർപോർട്ടിൽ വെച്ച് ബാഗ് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അതുകൊണ്ട് ഒരു ഗുണം കൂടി. അപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് അതിൻ്റെ പേപ്പർ കാണിക്കാതെ പറ്റത്തില്ല, അപ്പോൾ എടുക്കണമെങ്കിൽ വൈഫിന് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നല്ല കാര്യമാണല്ലോ എന്ന് ഓർത്ത് വൈഫിനെ കൊണ്ടെടുത്തു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ ഒന്നിച്ച് ഇപ്പോൾ ഉടമ്പടി എടുത്ത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. ദൈവത്തിൻ്റെ കാര്യങ്ങൾ കിട്ടുന്നു. അതുപോലെ ഞങ്ങൾക്ക് ഈ പൈസ കിട്ടാനായിട്ട് ഒത്തിരി തടസ്സങ്ങൾ, കൊറോണയുടെ സമയത്തും അതുപോലെയൊക്കെ കിട്ടാനുള്ള പൈസ വേണം. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷിനൊക്കെ കുറവുള്ളതുകൊണ്ട് ഞാൻ എനിക്ക് പറ്റുന്ന ഒരു കൂട്ടുകാരനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തെങ്കിലും ആ പൈസയൊന്നും കിട്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. പക്ഷേ അവരെന്നെ കളിയാക്കും, നിൻ്റെ പൈസ എല്ലാം പോയി ഇനി നടക്കല് കിട്ടിയായിരുന്നു. പക്ഷേ അന്നേരം എനിക്ക് സന്തോഷമാണ്. കാരണം എനിക്കറിയാൻ പറ്റുന്ന ധ്യാനങ്ങളെ കൂടുമ്പം മുടക്കം വന്നാലാണ് മാതാവ് ഇടപെടുള്ളൂ, ദൈവം ഇടപെടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല, അങ്ങനെ അത് സംഭവിക്കുകയും ചെയ്തു. നിസ്സാരമായിട്ട് അതെല്ലാം പിള്ളേരാരെങ്കിലും ഒന്ന് വിളിച്ചു പറയുമ്പം ഒരു നിസ്സാര കാര്യം എഴുതി അത് ആ പൈസ എല്ലാം കിട്ടി. അങ്ങനെ ഒരു മുടക്കവും വന്നിട്ടില്ല. അതുപോലെ ഞാനിവിടുത്തെ ഒരു സാക്ഷ്യം കേട്ടതാണ്. ഒരാളുടെ അമ്മയ്ക്ക് ഒത്തിരി അരിശവും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു, പ്രായമുള്ളൊരമ്മ. അപ്പോൾ അത് ദൈവത്തിന് ഇവിടെ ഉടമ്പടി വെച്ചപ്പം അതിനകത്ത് ഒത്തിരി മാറ്റം വന്നു. അപ്പോൾ അത് കേട്ടപ്പം എൻ്റെ അമ്മയും 94 വയസ്സായി ഇപ്പോൾ. അപ്പോൾ അമ്മച്ചിക്ക് ഇതുപോലെ ഞങ്ങളൊക്കെ പുറത്തായതുകൊണ്ട് ഭയങ്കര അരിശമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് നിയോഗം വെച്ച് ഞാനും പ്രാർത്ഥിച്ചപ്പോൾ അമ്മച്ചിയുടെ അരിശമൊക്കെ മാറി. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ എന്നെ പറഞ്ഞാലും അനുസരിക്കും, ഞങ്ങളെയും ഒക്കെ മനസ്സിലാവും. പക്ഷേ ഓർമ്മക്കുറവുണ്ട്. എന്നാലെല്ലാം ഞങ്ങൾക്ക് സന്തോഷമായിട്ട് എല്ലാ കാര്യങ്ങളും പോകുന്നു. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസഹായത്തിലേറെ, പ്രത്യേകിച്ച് ഈ ഒരു കുടുംബം, ഇവർ അമേരിക്കയിൽ സെറ്റിൽഡ് ആയിട്ടൊരു ഫാമിലിയാണ്. അപ്പം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം എന്നത് ഒരു അപകടത്തിൽ നിന്ന് ലഭിച്ചൊരു സംരക്ഷണം, അതിൻ്റെയൊക്കെ ഒരു സംരക്ഷണം ലഭിച്ചതിൻ്റെ അതിൻ്റെയൊക്കെ ഫോട്ടോ നമ്മൾ കാണുമ്പോൾ അതൊരു വലിയൊരു അനുഗ്രഹമാണ് എന്നുള്ളത് ആ ഫോട്ടോ ആണ് മനസ്സിലാക്കുക. കാരണം അത്രയും വളരെ ക്രിട്ടിക്കലായിട്ടൊരു സാഹചര്യത്തിൽ ദൈവം അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സംരക്ഷണം, കാരണം ഒരുപാട് സാക്ഷ്യങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നൊരു കാര്യമാണ്. ഉടമ്പടി എടുത്തവരോടൊപ്പം ഒരു സംരക്ഷണ വലയം ഉണ്ട് എന്ന് ഒരുപാട് സാക്ഷ്യങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തേത്, ആയിരിക്കുന്നിടത്ത് ഉടമ്പടിയിൽ ജീവിക്കുവാനായിട്ട്. അപ്പോൾ അത് വ്യക്തമായിട്ടും സത്യസന്ധമായിട്ടും പറഞ്ഞു. കാരണം ആദ്യം ഒരു നോമിനൽ ഒരു ക്രിസ്ത്യൻ ലൈഫുണ്ടല്ലോ, അത്യാവശ്യം പോവുക. പക്ഷേ അതിനേക്കാളും അപ്പുറം ഉടമ്പടിയിൽ വന്നപ്പോൾ കുറച്ചും കൂടെ പ്രചോദനം ലഭിച്ച് ഒരുപാട് കാര്യങ്ങളിലേക്ക്, പ്രാർത്ഥനയിലേക്ക്, അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയിലേക്ക്, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട്
ഉടമ്പടിയിലെ തൈലവും അങ്ങനെയൊക്കെ ഉപയോഗിച്ചപ്പോൾ ഒരു ജീവിതക്രമത്തെയാണ് ഉടമ്പടി ആദ്യം മാറ്റുന്നത്. ആ ദൈവത്തിന് കടന്നു വരാമെന്ന രീതിയിൽ ദൈവം ഒരു വ്യക്തിയെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുങ്ങുന്നു. അതിന് വ്യക്തമായിട്ടൊരു ബോധ്യത്തിന് അനുഭവങ്ങൾ നൽകുന്നു. ഒരു പക്ഷേ ഈ ഒരു സംരക്ഷണവും ആ ഉടമ്പടിയുടെ സംരക്ഷണമായിട്ട് വായിക്കുന്നതിൻ്റെയും പിന്നിലും ഈ ഉടമ്പടി വിശ്വസ്തയോടെ പാലിക്കുന്നതിൻ്റെ മനസ്സാണ്. അപ്പോൾ ഏറെ പ്രത്യേകിച്ച് ഈ കുടുംബത്തിന് നൽകിയ സംരക്ഷണത്തിനും അപ്പോൾ ലഭിച്ച വിശ്വാസത്തിൻ്റെ വലിയ മാറ്റങ്ങളെല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.